ാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. വലിയവർക്ക് 30, കുട്ടികൾക്ക് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 20 രൂപ. അപ്പോൾ മുത്തൂട്ടിക്ക് എടുത്ത് ഞങ്ങൾക്ക് കൊടുത്തു. 5-ന് താഴെ ഫ്രീ ആട്ടോ. അപ്പം എൻ്റെ അല്ലൂന് 5 വയസ്സാകലില്ല എവിടെ ചെന്നാലും. ഇത് പറയാനെങ്കിൽ അറിയണ്ടേ സംഭവം. അത് നമ്മള് ഈ ഫാം ഫോറസ്റ്റ് ഗാർഡൻ ഇവിടെ നിന്നൊക്കെ ശേഖരിക്കുന്ന തേനാണ്. ഇത് ഫസ്റ്റ് ഈ കാണുന്ന കണ്ടന്റാക്കാൻ ഫില്ല് ചെയ്യും. ഇത് ശുദ്ധീകരിക്കുന്നല്ലോ. എന്നിട്ട് നേരെ ഈ ഒരു പൈപ്പ് ലൈൻ ഉപയോഗിച്ചിട്ട് തേൻ നേരെ ഈ ഒരു മെഷീനിലോട്ട് കട്ട് ചെയ്യും. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഫിൽറ്ററിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. തേൻ ഈ താഴ്ഭാഗത്ത് വന്നിട്ടാണ് സ്റ്റോർ ആവുക. അതിനുശേഷം ഈ ഡിസ്കുകൾ ഒക്കെ കറങ്ങാൻ പറ്റും. ഇത് കറങ്ങുമ്പോൾ ഈ താഴ്ഭാഗത്ത് തേനോട് പൊട്ടിയെടുത്തിട്ടാണ് കറങ്ങുക. അതിലേക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു എയർ ബ്ലോവർ ഉണ്ട്. ആ ബ്ലോവറിന് കറങ്ങുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ കയറുകയാണ് കേട്ടോ. അങ്ങനെ കയറിയാൽ ഒന്നുമില്ല. അതവിടെ ഫസ്റ്റ് നമ്മൾ വലിയൊരു തേനീച്ച, നമ്മളെ 3 കുട്ടികൾ. ഇതിനെ നമുക്ക് ഇങ്ങനെ തൊട്ടൊക്കെ ചെയ്യാട്ടോ. ടിഷ്യൂ നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാക്കി വെച്ചാട്ടോ. മൂപ്പര് വേണമെങ്കിൽ ഒരു തേനിമലൊക്കെ വേണമെങ്കിൽ ഒരു പിടുത്തം ഉണ്ടായി കാര്യം. പിന്നെ ഇത് ആരാണ്? ഡിസ്കവേർഡ് കമ്മ്യൂണിക്കേഷൻ ഹണി ബി കാൾ വോൺ ഫ്രിഷ്. തടയാത്തൊരു പേര്. റൗണ്ട് ഡാൻസ്, ഇവരുടെ റൗണ്ട് ഡാൻസ് കളിക്കുന്നാവും. ഒരു വാഗിൾ ഡാൻസ്. ഇതാണ് കേട്ടോ ഓരോ ഇത് തേനിൻ്റെ ഇങ്ങനെ വന്നിട്ട് തേനിൻ്റെ ഓരോ അവസാരങ്ങളാട്ടോ. പറയാൻ കിട്ടുന്നില്ല. പിന്നെ ഇതൊക്കെ പൂക്കളാട്ടോ. ചീച്ച, വാഴപ്പൂവ്, ഇതൊക്കെ പിന്നെ നമ്മൾ കാണുന്നത്. വേഗം ഒന്ന് ഓടിച്ചിട്ട് പോവാണ് കേട്ടോ. ഇത് കണ്ടില്ല, അതിന് പശ ഉണ്ടാവില്ലേ, അതാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ 3 ആള് വിശ്രമത്തിലാണ് കേട്ടോ. അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. പിന്നെ ഫാദർ ഓഫ് ബീ കീപ്പിംഗ് ഞാൻ പറഞ്ഞില്ലേ കേട്ടോ. ഇതാണ് നമ്മൾ തേനിൻ്റെ ആള് കേട്ടോ. ബ്രൗൺ ബി, വർക്കർ ബി, ക്വീൻ ബി. ആരത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോവും. ഞാൻ പേടിച്ച് സംഭവം. ഞാൻ അതിനെ കണ്ട് പേടിച്ചിട്ടോ. ഞാനൊരാൾ നിൽക്കുന്ന കണ്ട്. പിന്നെ പലതരം തേനുകളാട്ടോ. ചെറുതേന് ഒക്കെ ചെറുതേന തന്നെയാണ് കേട്ടോ സംഭവം. ഫുള്ള് തേൻ കൃഷിയുടെ കേട്ടോ. ഒന്ന് ഓടിച്ചിട്ട് പോവാം. കാരണം നമുക്ക് ടൈം വളരെ കുറവാണ്. ഇവിടെ ടൈമൊന്നുമില്ല കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് ടൈം കുറവാണ്. തേനീച്ചൻ്റെ ഓരോ സംഭവങ്ങളും നമുക്ക് കോമ്പൗണ്ട് മാനിബിലിസ്, പ്രൊബിസ്, ഫോർ ലെഗ്, മിഡിൽ ലെഗ്, ഹണി, സ്റ്റോമച്ച്, ട്വിൻ ലെഗ്, നെർവ്, ഗാലിയ, വെനോമസ്ക്, സ്കിങ്, റെക്കോൺ, ഹെയർത്ത്, സ്റ്റോമി, അനാറ്റമി ഓഫ് എ ബീ. കണ്ട തന്നിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ ഭാഷയുണ്ട്. എല്ലാ ഭാഷയൊന്നുമില്ലേ. ഇതൊക്കെ നെല്ലിക്കല, തേനിലിട്ട നെല്ലിക്കയാണ് കേട്ടോ. ഇത് വെളുത്തുള്ളി അല്ലേ, തേനിലിട്ട. തുളസി ഹണി, തുളസിൻ്റെ ഹണി ഇട്ടതൊക്കെ. ഇതാ കരഞ്ച് ഹണി. ഇത് ഫുള്ള് കണ്ടോ ഇങ്ങനെ. കാട്ടുതേനാണ് ഇട്ടത്. ഇത് ഞാവത്തേനാണ് ഇട്ടത്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സ്പൂണാണ് ഗ്ലാസ്. റോസ്റ്റിൻ്റെ തേനാട്ടോ. ഇത് വെളുത്തുള്ളി തേനിലിട്ടതാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കട്ടെ.
ഇതെടുത്തിട്ടോ അതിന് 200 നെല്ലിക്ക. ഇങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിനൊക്കെ 50 രൂപയാണ് കേട്ടോ മരത്തിൻ്റെ സാധനത്തിനൊക്കെ. അങ്ങനെ ഫുള്ള് അവിടം വരെ സാധനങ്ങളാണ്. പൊന്നൂനല്ലോ പറ്റിയത് എത്ര തന്നെ 40 രൂപയാണ് കേട്ടോ. ചീപ്പുകള് എന്താ മറ്റേ സോഫമലൊക്കെ വെക്കുന്നു. അല്ല ഫ്രിഡ്ജില് സാധനം ചീപ്പ് അത് കണ്ടല്ല ഭംഗിയിട്ടിട്ട് കാണാന്. എത്ര 200 രൂപയാണ് അതിന് ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ നമ്മളെ സ്പൈസസ് ആണ് കേട്ടോ. ഫുള്ള് സ്പൈസസ് ആണ്. കണ്ടേ കാണുന്ന ഫുള്ള് സ്പൈസസ് ആണ്. അവിടം വരെ സ്പൈസസ് ആണ്. 350 കേട്ടോ 100 ഗ്രാമിന്. ഇത് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന കേട്ടോ. ഇതാണ് നല്ലതാണ്. തക്കാളി, കുരുമുളക് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളതാട്ടോ കുരുമുളകുകൾ. പിന്നെ അങ്ങോട്ട് കുറേ സ്പൈസസ് ഉണ്ട്. കട്ടയാണ് കേട്ടത്. ഇത് റോസ് ഉണക്കിയിട്ടുള്ളതാട്ടോ. റോസ് വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ കുളിക്കാൻ, പിന്നെ മുഖത്ത് പൊടിച്ചിട്ട് തേക്കാൻ. ഒന്ന് വാങ്ങിട്ടോ. വില കുറവാണ്. ബിസ്കസിന് 90 രൂപ കേട്ടോ 100 ഗ്രാമിന്. 650 ഒരു പെട്ടി. മസാല കേട്ടോ അടിപൊളിയായിരിക്കും. നമുക്ക് ചിക്കനും ബീഫൊക്കെ ഇടാൻ 100 സാധനമാണ് കേട്ടോ. നമുക്ക് പൊരിച്ച് കഴിക്കാൻ പറ്റുന്ന വീട്ടിലുണ്ട്. പിന്നെ ഇങ്ങനെ വന്നാൽ നായ്ക്കുരപ്പൊടി, പിന്നെന്താ മുക്കുരം പൊടി. ഇത് മൊത്തം ചെമ്പരത്തി, നീലമരി, പൊന്മോളെ, രക്തചന്ദനം, മഞ്ഞൾ, മസ്ക്, ടെർമറിക് പൗഡർ പറഞ്ഞാൽ എന്താ കസ്തൂരി. പിന്നെ ഞങ്ങളവിടെ ഉണ്ട് റോസ് പെറ്റൽ, മുൾട്ടാണി വെട്ടി, അത് നമ്മളവിടെ ഉണ്ട്. ബീട്രൂട്ടിന്റെ പൗഡർ കേട്ടോ. ഒക്കെ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഫുള്ളായിട്ട് ഇടുന്നെ. റോസ് വാട്ടർ ഏത്. പിന്നെ ഇതൊക്കെ നട്ട്സാണ്. ചോക്ലേറ്റ്, ഏത് ചോക്ലേറ്റ് വേണത്. പുളിമിഠായി കണ്ട്. ഇത് ഫുള്ളും നമുക്ക് കഴിക്കാനുള്ള സംഭവങ്ങളാണ്. കാപ്പിച്ചായ, ഫുൾ കാപ്പിച്ചായനെ. ഇവിടെ എങ്ങനെ ചായപ്പൊടി നമുക്ക് നല്ലതുണ്ടെങ്കിൽ എടുത്തോളൂ ചേച്ചിയെ. ചായപ്പൊടി അച്ചാറുകളുണ്ട്, പല അച്ചാറുകൾ, മാങ്ങ ഒക്കെ അങ്ങനെ പല പല അച്ചാറുകൾ. ഇതെന്താ എൻ്റെ മുത്തൂട്ടി കുറേ പറഞ്ഞിട്ട് നോക്കാൻ. ഇതെന്താ അടിപൊളി പാട്ടങ്ങളാണ്. ഇത് നോക്കി വണ്ടികള്. ബുദ്ധനിതാ ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ ആദ്യമായിട്ട് കാണും. കണ്ടോളി. ബുദ്ധനോ? ആ കളിപ്പാട്ടങ്ങളുണ്ട്. കണ്ടോ ഓനെന്നെ അറിയില്ലേ? അവൻ ഇപ്പൊ നോക്കാണ് സംഭവം. കപ്പലുകളാണ് കേട്ടോ. എങ്ങനെ ഈ കപ്പലിന്റെ ഒക്കെ പ്രൈസ് എങ്ങനെയാ? ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മയിലുകള്, ബുദ്ധന്റെ രാജ്ഞീകരണം. അതൊക്കെ ഞങ്ങളടുത്താ. കാശ്മീർ സോലൈ ഹണിട്ട. ഇതൊക്കെ ഭയങ്കര വില പിടിപ്പുള്ളതാണ് കേട്ടോ. നമ്മൾ മോദിച്ച് കഴിക്കുന്ന തേനാണ് ഇത്രത്. കാന്തം, അതന്നെയാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്.
പിന്നെ കണ്ട ഇങ്ങനെ കുറേ സാധനങ്ങൾ പൊട്ടുന്ന ടൈപ്പാട്ടത്. അത് ഇതൊക്കെ പൊട്ടുന്ന ടൈപ്പാണ്. ഇത് എന്താണ്? ഇത് മരമാണെങ്കിൽ പൊട്ടുന്ന മരമാണ് കേട്ടോ സംഭവം. ഇത് സ്വർണ്ണം ഇട്ട് വെക്കാൻ കേട്ടോ. ഞമ്മക്ക് അത്രയും സ്വർണ്ണം ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇത് ലോക്കാണേ. സ്വർണം കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ ബാങ്കിൽ വെച്ചേക്കല്ലേ, അപ്പം അതുകൊണ്ട് അത് എടുക്കുന്നില്ല. നമ്മൾ പത്തിരി പല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ബാഗുകൾ, ഇതൊക്കെ നൂൽ ബാഗാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചാണ നൂല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബാഗുകളാണ്. ഇത് പിന്നെ ഇങ്ങനെ കാറിലൊക്കെ ഇടുന്ന ടൈപ്പ് കൂടുണ്ട് കേട്ടോ അവിടെ. ഇത് ആട്ടുതൊട്ടിൽ പോലത്തെ തൊട്ടിൽ. ഇത് കണ്ട ചൂരലാണ്. ചൂരൽ അവസാനത്തെ ഒരു തേനീച്ച വിശ്രമത്തിലാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. ഒരു സൈഡാണ് കേട്ടോ ഇത്. അവിടെ കയറുന്ന ചെറിയ വ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊക്കെ ഇവിടെയൊക്കെ തേനുണ്ടാക്കുന്നതാണ്. സ്പാ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടോ. താഴത്തേക്കുള്ള ഇവിടെ ഇങ്ങനെ ഒരു തടാകമുണ്ട് കണ്ടില്ലേ. അതിൽ നമുക്കിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ. ഹണി ഗാർഡനിൽ നമുക്ക് കാണാനെന്ന് വെച്ചാൽ എല്ലാ ഹണിയും ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ അവർ. എന്നിട്ട് നമ്മൾ വാങ്ങിയാൽ മതി. ഏത് ഹണിയാണ് വേണ്ടതെന്നെങ്കിൽ അത് വാങ്ങിയാൽ മതി. അപ്പം ഞങ്ങൾ ഉപ്പിൽ ഇട്ട നെല്ലിക്ക കേട്ടോ വാങ്ങിയത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. സ്പൈസസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്.